നമസ്കാരം. അറിവിന്റെ അമൃത കലശം വഹിച്ചുകൊണ്ടുള്ള നമ്മുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഏവർക്കും സ്വാഗതം ജ്ഞാനാമൃതധാരയിലേക്ക്. ഗൃഹസ്ഥനായ ഒരു വ്യക്തിക്ക് ആത്മീയ പാഠങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ പലപ്പോഴും പല ആശങ്കകളും കാണപ്പെടാറുണ്ട്. ആത്മീയതയും ഭൗതികതയും സമന്വയിപ്പിച്ച് മുന്നോട്ടു പോകാനാകുമോ? ആത്മീയതയിൽ മുഴുകി തന്റെ ഭൗതിക ചുമതലകളെ നിറവേറ്റാനാകാതെ വരുമോ എന്നെല്ലാം പലരിലും പലപ്പോഴും ചോദ്യചിഹ്നങ്ങൾ ഉയരാറുണ്ട്. ഇന്നു നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗൃഹസ്ഥന് വഴങ്ങുന്ന ആധ്യാത്മിക ജീവിത ശൈലികൾ എങ്ങനെ സ്വായത്തമാക്കാം എന്നതാണ്. വരൂ, നമുക്ക് പ്രവേശിക്കാം ജ്ഞാനാമൃതത്തിലേക്ക്. ഓം ശാന്തി. രാജയോഗി ജീവിതം, പ്രത്യേകിച്ചും കുടുംബത്തിലിരുന്നുകൊണ്ട് ഇന്നത്തെ പ്രത്യേക ചുറ്റുപാടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, ജീവിതം വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കലിയുഗത്തിൻ്റെതായ എല്ലാ സങ്കീർണതകളും ഒപ്പം കലുഷിതമായ അവസ്ഥയും അതിനോടൊപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള എല്ലാം വേഗത്തിൽ അല്ലേ, ഈവൻ ഫുഡ് പോലും പറയില്ല, ഫാസ്റ്റ് ഫുഡ് എന്നാ പറയുക. അത്രയധികം വേഗതയേറിയ ഒരു സഞ്ചാര പഥത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ. അപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത്, പ്രത്യേകിച്ചും കലിയുഗത്തിൻ്റെ ഈ ലാസ്റ്റ് പീരീഡിൽ, ഈ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോൾ കുടുംബസ്ഥർക്ക് ഈ രാജയോഗി ജീവിത ശൈലി വളരെ നല്ല രീതിയിൽ വളരെയധികം അവരവരുടെ ജീവിതത്തിലെ പ്രയോജനദായകമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ജീവിതം, പ്രത്യേകിച്ചും രാജയോഗി ജീവിതം, ഈശ്വരൻ പ്രദാനം ചെയ്യുന്ന ഈ ജ്ഞാനസാഗരം ഈ ജ്ഞാനം കേൾക്കുകയും ഈ ജ്ഞാനം പകർന്നു നൽകുന്നതിന് സാകാര മാധ്യമമായി മാറുകയും ചെയ്ത ഈ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപനയ്ക്ക് സ്വയം ഭഗവാൻ നിമിത്തമായി തൻ്റെ രഥമായി ഉപയോഗിച്ച പ്രജാപിത ബ്രഹ്മ, ഈ ഈശ്വരീയ യജ്ഞത്തിൽ എല്ലാവരും ബ്രഹ്മ ബാബ എന്ന് വിളിക്കാറുണ്ട്. ബ്രഹ്മ ബാബ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും, ആദ്യം അദ്ദേഹം സ്വയം പഠിക്കുകയും ഒപ്പം തൻ്റെ കുടുംബത്തിന് ഈ പാഠങ്ങൾ പഠിപ്പിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ കുടുംബത്തിലുള്ള ഓരോരുത്തരിലും രാജയോഗി ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് പ്രേരണ നൽകാനും മാതൃകയായിട്ട് മാറാനും കഴിഞ്ഞു. അപ്പം സാധാരണ പറയാറുണ്ടല്ലോ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാ പറയാം. എപ്പോഴും മാറ്റം നമുക്ക് ആരംഭിക്കേണ്ടത് അവരവരുടെ കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ രാജയോഗി ജീവിത ശൈലിയും കുടുംബസ്ഥർക്കുള്ളതാണ്. പ്രത്യേകിച്ചും ഇന്ന് വിശ്വവ്യാപകമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയം ബ്രഹ്മകുമാരീസിലൂടെ ഭഗവാൻ നൽകുന്ന ഈശ്വരീയ ജ്ഞാനം ശ്രവിച്ച് തങ്ങളുടെ ജീവിതം കുടുംബത്തിലിരുന്നുകൊണ്ട്, ഗൃഹസ്ഥത്തിലിരുന്നുകൊണ്ട് പവിത്രമായി ജീവിതം ജീവിക്കുന്ന കർമ്മയോഗികൾ ഒരു 9 മുതൽ 10 ലക്ഷം കുടുംബങ്ങൾ ഇന്ന് വിശ്വവ്യാപകമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. 139 രാജ്യങ്ങളിൽ ഈ രാജയോഗി ജീവിത ശൈലി പ്രദാനം ചെയ്യുന്ന രാജയോഗ സേവന കേന്ദ്രങ്ങളുണ്ട്. 10 ലക്ഷത്തോളം കുടുംബങ്ങൾ നിത്യേന ഈശ്വരീയ സേവന കേന്ദ്രങ്ങളിൽ വന്നിട്ട് ജ്ഞാനം ശ്രവിക്കുകയും യോഗി ജീവിതം ജീവിക്കുകയും ചെയ്തുകൊണ്ട് ഗൃഹസ്ഥത്തിലിരുന്നുകൊണ്ട് സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം, മാതൃകാ ജീവിതം സമൂഹത്തിന് മുന്നിൽ ജീവിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഗൃഹസ്ഥത്തിലിരുന്നുകൊണ്ട് ഇത് നമുക്ക് ഈ രാജയോഗി ജീവിത ശൈലി നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ സഹജമായിട്ട് കഴിയും. അതിൻ്റെ ജീവിക്കുന്ന എക്സാമ്പിളാണ് ഈ 10 ലക്ഷം കുടുംബങ്ങൾ. കാരണം എല്ലാവർക്കും എപ്പോഴും മനസ്സിലുദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ആത്മീയ കാര്യങ്ങളൊക്കെ നമുക്ക് കുടുംബത്തിലിരുന്നുകൊണ്ട് പറ്റുമോ അല്ലേ, സാധിക്കുമോ നമുക്കിത്? കാരണം ഗൃഹസ്ഥം എന്ന് പറയുമ്പോൾ എത്ര നൂലാമാലകളാണ് അല്ലേ, ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. പലർക്കും സംശയമാണ് ഇപ്പോഴും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, 10 ലക്ഷം കുടുംബങ്ങൾക്ക് ഇത് കഴിയുന്നുവെങ്കിൽ, ഈ 10 ലക്ഷം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെല്ലാ ജീവിത മേഖലകളിൽ സഞ്ചരിക്കുന്നവരുണ്ട്, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അതാണ് അത്ഭുതം.
സാധാരണ ആൾക്കാർ പറയും തിരക്കുള്ള ജീവിതം ജീവിക്കുന്ന നമുക്ക് എങ്ങനെ സമയം കണ്ടെത്താൻ പറ്റും? ശരിക്കും എനിക്കെൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഭവങ്ങളുണ്ട്. രാവിലെ ക്ലിനിക്ക് തുറക്കേണ്ട ഡോക്ടേഴ്സ്, ഫീൽഡിൽ പോകേണ്ട എൻജിനീയർമാർ, അതേപോലെ വർക്ക് ചെയ്യിപ്പിക്കുന്ന കോൺട്രാക്ടേഴ്സ്, സ്കൂളിൽ പോകേണ്ട അധ്യാപകർ, സ്കൂൾ കോളേജുകളുടെ പ്രിൻസിപ്പൽമാർ, അതേപോലെ രാവിലെ പോയി കട തുറക്കേണ്ട വളരെയധികം കച്ചവടക്കാർ, രാവിലെ തനിക്കും ജോലിക്ക് പോകണം, തൻ്റെ ഹസ്ബൻഡിനെയും ജോലിക്ക് വിടണം, 2-3 കുട്ടികളെയും തയ്യാറാക്കി വിടേണ്ട അമ്മമാർ, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ളവരും ഡെയിലി രാവിലെ വന്ന് ദിവസവും രാവിലെ വന്ന് 7 മുതൽ 8 മണി വരെ 1 മണിക്കൂർ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിത്യേന 1 മണിക്കൂർ ജ്ഞാനാമൃതം ഈശ്വരൻ നമുക്ക് നൽകുന്നുണ്ട്. ഈ ജ്ഞാനാമൃതം കുടിക്കാൻ വേണ്ടി ഡെയിലി 1 മണിക്കൂർ ക്ലാസ്സുകൾക്ക് വന്നതിന് ശേഷം പിന്നെ നേരെ ജോലിക്ക് വേണ്ടി പോകുന്നവർ ധാരാളം പേരുണ്ട്. ഭൂമിയിലെ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞു. ബാഹ്യമായ സർവ്വതിൻ്റെയും നിയന്ത്രണം കയ്യിലാക്കിയ നമുക്ക് നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം പലപ്പോഴും നഷ്ടമാകുന്നു. ആത്മസംയമനം സാധ്യമാകാത്തതിനാലാണ് ഇന്ന് സമൂഹത്തിൽ നിരവധി ദുഃഖകരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുർവികാരങ്ങളുടെയും ആസക്തിയുടെയും അതിപ്രസരമാണ് തിന്മയുടെ മൂലകാരണം. മദ്യപാനാസക്തിയും പുകവലിയും ചെറുതും വലുതുമായ അനവധി ലഹരി വസ്തുക്കൾ നമ്മുടെ ജീവിതത്തെ തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരമുള്ള ചതിക്കുഴികളിൽ നിന്നും മുക്തമാകാൻ ആത്മീയ ജ്ഞാനം നമ്മെ സഹായിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. രാജയോഗ മെഡിറ്റേഷൻ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഭൗതികമായ എല്ലാ വസ്തുവിനെയും പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പഠിച്ച മനുഷ്യന് മാനവന് നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ട് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രഹേളിക എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും മനുഷ്യൻ്റെ മനസ്സാണ്, വിചാരങ്ങളെയാണ് നിയന്ത്രിക്കാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ രാജയോഗി ജീവിതശൈലിയുടെ പ്രാധാന്യം വളരെയേറെയാണ്. കാരണം ഇവിടെ ഈ ജ്ഞാനം ധ്യാനവും നമുക്ക് നമ്മുടെ വിചാരങ്ങളെ വളരെയധികം നിയന്ത്രണത്തിലൂടെ കൊണ്ടുവന്ന് മാനേജ് ചെയ്യാൻ, ടു ആൻ എക്സ്റ്റെൻറ്റ് മാനേജ് ചെയ്യാൻ നമുക്ക് വളരെയധികം കഴിയും. സാധാരണഗതിയിൽ പറയാറുണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് വെച്ചാൽ മനസ്സിനെ നില്ലാക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുകയില്ല. കാരണം മനസ്സിൻ്റെ സ്വാഭാവികമായ ഒരു സവിശേഷതയാണ് ചിന്തിക്കാനുള്ള കഴിവ്. അതുകൊണ്ട് നിയന്ത്രിക്കുക അർത്ഥം എന്താണ്? വേസ്റ്റിൽ നിന്ന് ബെസ്റ്റിലേക്ക്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചാനലൈസ് ചെയ്യുക. ആ ഒരു ചാനലൈസേഷൻ പ്രക്രിയയാണ് രാജയോഗി ജീവിതശൈലി എന്ന് പറഞ്ഞാൽ തന്നെ. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വികാരങ്ങളുടെ മേലെയുള്ള നിയന്ത്രണം. വികാരങ്ങളുടെ മേലെയുള്ള നിയന്ത്രണം പ്രത്യേകിച്ചും കലിയുഗ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെ എല്ലാവരെയും ഈ ദുർവികാരങ്ങളുടെ ഭൂതം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ ഈ ജിന്ന് രാക്ഷസൻ നമ്മളെ പിടിച്ചിരിക്കുന്നത് പോലെയല്ലേ. ഇന്ന് പേപ്പർ എടുത്ത് നോക്കിയാലും ടി വിയിലാണെങ്കിലും നമ്മൾ കേൾക്കുന്ന എല്ലാ ന്യൂസുകളും നമ്മുടെ വീടുകളിൽ തന്നെ നോക്കിക്കോളൂ. നമ്മുടെ വീടുകളിലാകട്ടെ അയൽ വീടുകളിലാകട്ടെ നമ്മൾ കേൾക്കുന്ന എല്ലാ ന്യൂസുകളും കൂടുതലും അത്ഭുതപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും നമ്മുടെ ഉള്ളിലെല്ലാം വളരെയധികം അസ്വസ്ഥതകൾ ജനിപ്പിക്കുന്ന ന്യൂസുകൾ കാമവികാരത്തിനടിമപ്പെട്ട, ക്രോധത്തിനടിമപ്പെട്ട, അത്യാഗ്രഹത്തിനടിമപ്പെട്ട, അഹങ്കാരത്തിനടിമപ്പെട്ട, അല്ലെങ്കിൽ മോഹത്തിൻ്റെ വലയത്തിൽ പെട്ടുപോയ വികാരി പ്രവൃത്തികൾ, വികർമ്മങ്ങളുടെ ഫലം, ആ വികർമ്മങ്ങളുടെ തിക്തഫലം അനുഭവിക്കുന്ന മനുഷ്യക്കോലങ്ങളെയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആദ്യത്തെ തന്നെ നോക്കിക്കോളൂ, കാമാഗ്നി എന്നാ പറയാ, ക്രോധാഗ്നി. ആ അഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ നാടും നഗരവുമല്ല, മനുഷ്യ ജീവിതമല്ല അല്ലെ. അവിടെ ചെറിയ കുട്ടിയെന്നോ അച്ഛനെന്നോ മകളെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ യാതൊരു പറയില്ലേ, വികാരത്തിന് കണ്ണും മൂക്കൊന്നുമില്ല പറയും. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ ആദ്യത്തെ ദുർവികാരം മാനവരാശിയെ മഥിച്ചുകൊണ്ടിരിക്കുന്നത്, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സദാചാര മൂല്യങ്ങളെയും തകർത്തെറിയുന്ന തരത്തിൽ
അല്ലേ? അച്ഛനും മക്കളും പണ്ട് നമ്മൾ പറയില്ലേ, പരമപവിത്രമായ ബന്ധമായിരുന്നു ഒരു പിതാവും ഒരു പുത്രിയും എന്നുള്ളത്, അല്ലെങ്കിൽ സഹോദരൻ സഹോദരി എന്നുള്ളത്. പക്ഷെ ആ ബന്ധങ്ങൾക്കിടയിൽ പോലും ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അശുദ്ധി, ഈ വികാരം, കാമവികാരത്തിന്റെ അഗ്നി, അച്ഛൻ എന്നുള്ള ആ അവബോധത്തിന് എല്ലാം തകർത്തുകൊണ്ട് വികാരത്തിന് അടിമകളാക്കി മാറ്റി വികർമ്മിയാക്കി മാറ്റുന്ന ചിത്രം സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും മിക്ക ദിവസങ്ങളിലും പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് രാജയോഗി ജീവിതശൈലി ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കാരണം ഭഗവാൻ അറിയാം, കലിയുഗത്തിന്റെ അന്ത്യനാളുകളാകുമ്പോഴേക്കും മനുഷ്യൻ ഇതുപോലെ വികാരങ്ങൾക്ക് വശീഭൂതനാകും. ആ വികാരങ്ങളിൽ നിന്ന് മനുഷ്യനെ, മാനവരാശിയെ രക്ഷിക്കാനുള്ള മൃതസഞ്ജീവനിയാണ് രാജയോഗം. ആ മൃതസഞ്ജീവനിയാണ് ഭഗവാൻ നമുക്ക് ഈ സമയത്ത് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൃതസഞ്ജീവനിയിലൂടെ 100,000 ചെറുപ്പക്കാർ, എനിക്ക് ശരിക്കും വ്യക്തിപരമായിട്ട് 100 കണക്കിന് സഹോദരി സഹോദരന്മാരെ, ചെറുപ്പക്കാരെ അറിയാം. വളരെ ചെറിയ പ്രായത്തിൽ ഞങ്ങളും ഈ ജ്ഞാനമാർഗത്തിലേക്ക് എത്തിയത് ഏകദേശം 17-18 വയസ്സുള്ള ആ പ്രായത്തിലാണ്. ഈ ജ്ഞാനം ഏതോ പൂർവജന്മ പുണ്യം കാരണം ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്തേ. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവരിലെ ഇന്ന് ഈ വിശ്വവിദ്യാലയത്തിന്റെ ഹെഡായിട്ടിരിക്കുന്ന ദാദി ജാനകി, അഡീഷണൽ ഹെഡായിട്ടുള്ള ദാദി ഹൃദയ മോഹിനിജി, ഈ ദാദിജിമാരെല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അവർ 8 വയസ്സിലെ, 9 വയസ്സിലെ, 10 വയസ്സിലെ, 12, 13, 15 വയസ്സ് വരെ ഉള്ളിലുള്ള ആ സമയത്താണ് അവർ ഈ ജ്ഞാനമാർഗത്തിൽ വന്ന്, ആ ടീനേജിൽ പോലും വന്ന് ഈ ജ്ഞാനത്തെ ഉൾക്കൊള്ളാനും ഈ ശ്രേഷ്ഠമായ ജീവിതശൈലിയിലൂടെ കടന്ന് ഇന്ന് ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന പ്രേരണാദായകമായ ഒരു വ്യക്തിത്വത്തിലേക്ക് ഉയർന്ന് ഈ വിശ്വവിദ്യാലയത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ലോക ജനതയ്ക്ക് തന്നെ വളരെ ശ്രേഷ്ഠമായ ജീവിതം ജീവിക്കാനുള്ള, ജീവിച്ചിരിക്കുന്ന മാതൃകകളായിട്ട് അവരിന്ന് നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാർ ധാരാളം, 1,00,000 യൂത്ത്, അതിൽ ആൺകുട്ടികൾ ധാരാളം പേരുണ്ട്, അതേപോലെ പെൺകുട്ടികളും. ഈ 1,00,000 ചെറുപ്പക്കാരിന്ന് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ നിത്യേന 1 മണിക്കൂർ വന്ന് രാജയോഗം അഭ്യസിക്കുന്ന ചെറുപ്പക്കാര്, എല്ലാ തരത്തിലുള്ള ലഹരി വസ്തുക്കളിൽ നിന്നും, എല്ലാ ലഹരി ഉപയോഗങ്ങളിൽ നിന്നും മുക്തി നേടിയ ചെറുപ്പക്കാരുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ എല്ലാ തരത്തിലുള്ള മോശശീലങ്ങളിലും പോയിട്ട് ഈ ജ്ഞാനി യോഗി ജീവിതശൈലിയിലൂടെ കടന്നു വന്നതിന് ശേഷം പലപ്പോഴും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് 7 ദിവസം കൊണ്ട്, ആദ്യത്തെ 7 ദിവസം 1 ദിവസം 1 മണിക്കൂർ വീതം രാജയോഗത്തിന്റെ ഒരു അടിസ്ഥാന കോഴ്സുണ്ട്. ആ 7 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കുന്നതിനുള്ളിൽ തന്നെ തങ്ങളുടെ ദുശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തമായവര് ഉണ്ട്. എത്രയോ പേര് അനുഭവം പറഞ്ഞിട്ടുണ്ട്. ചിലര്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരിക്കല് ഒരു ചെറുപ്പക്കാരൻ, ഒരു 28-29 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ധാരാളം പേരുടെ ജീവിതം മുന്നിലുണ്ട്, 100 കണക്കിന് പേരുടെ. ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു സഹോദരൻ 28-29 വയസ്സുണ്ടാവും, പറയുമായിരുന്നു, സിസ്റ്ററെ ഡെയിലി ഞാൻ ജോലി കഴിഞ്ഞിട്ട്, നല്ലൊരു ജോലിക്കാരനാണ്, ജോലി കഴിഞ്ഞിട്ട് നേരെ ബാറിലേക്ക് പോവും, കള്ളു കുടിച്ചിട്ട് അവിടെ കിടക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കിടും. പിന്നെ എൻ്റെ അനിയൻ വന്നിട്ട്, എവിടെയാ കിടക്കണേ, ബാറിലാണോ റോഡിലാണോ എന്ന് എനിക്കറിയില്ല, വണ്ടി ഓടിച്ച് ബൈക്ക് ഓടിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല. പിന്നെ അനിയൻ ആരെങ്കിലും വിളിച്ചു പറയും, എന്നിട്ട് അനിയൻ വന്നിട്ടാണ് എന്നെ വീട്ടിലേക്ക് പോണേ. അങ്ങനെ ദിവസവും ഡെയിലി ദിനചര്യ ഈ രീതിയിലായിരുന്ന ആളാണ്. 7 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കിയപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും മദ്യപാനത്തിന്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടിയ തൻ്റെ ജീവിതത്തിന്റെ ഉദാഹരണം മറ്റുള്ളവർക്ക് മുന്നിൽ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ രീതിയിൽ 1,00,000 ചെറുപ്പക്കാർ, ഇത് ഒരാളുടെ 2 പേരുടെ ജീവിതമല്ല, 1,00,000 ചെറുപ്പക്കാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണ മൂർത്തികൾ ഇന്ത്യയിലും ലോകത്തിന്റെ വിഭിന്ന ഭാഗങ്ങൾ 5 ഭൂഖണ്ഡങ്ങളിലും ഈ ചെറുപ്പക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഡെയിലി അവർ 1 മണിക്കൂർ ഈശ്വരീയ സേവാ കേന്ദ്രങ്ങളിൽ വരും, ക്ലാസ്സുകൾ കേൾക്കും, അവരവരുടെ കർമ്മക്ഷേത്രത്തിലേക്ക് പോകുന്നു. എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ഇത് കലിയുഗത്തിന്റെ ഇതേ അന്തരീക്ഷത്തില് പുറം ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഈ ശ്രേഷ്ഠ ജീവിതശൈലി സ്വായത്തമാക്കാൻ കഴിഞ്ഞവരുണ്ട്. അപ്പൊ അതിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, എല്ലാ ലഹരി വസ്തുക്കളിൽ നിന്നും, അത് മത്സ്യമാംസങ്ങൾ ഉൾപ്പെടെ, കാരണം അതും അപകടകരമായിട്ടുള്ള സാധനങ്ങളാണ്. മറ്റ് ലഹരി, കള്ളുപോലെ അല്ലെങ്കിൽ പുകവലിക്കുന്നത് പോലെ തന്നെ മത്സ്യവും മാംസവും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം
നമ്മളെ അനാരോഗ്യത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണോ, കള്ളുണ്ടാക്കുന്ന അല്ലെങ്കിൽ പുകയിലുണ്ടാക്കുന്ന അതേപോലെയുള്ള എഫക്റ്റ് ഇന്ന് മത്സ്യവും മാംസവും മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വളരെയധികം സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഓരോരുത്തരുടെ അസുഖങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ തരത്തിലുള്ള നമ്മുടെ തെറ്റായ ജീവിതശൈലി, ലഹരി വസ്തുക്കളാകട്ടെ, മത്സ്യമാംസങ്ങൾക്ക് അടിമയായിട്ടുള്ള ജീവിതശൈലിയാകട്ടെ, ഇതിൽ നിന്നെല്ലാം വളരെ സഹജമായ രീതിയിൽ നമുക്കൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ രാജയോഗ ധ്യാനം നമ്മുടെ ജീവിതശൈലിയാക്കി മാറ്റുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ, കാരണം ഇതിന് യാതൊരു ചെലവുമില്ല. അതുകൊണ്ട് ഇത് പാവപ്പെട്ടവർക്ക് പോലും വന്ന് 1 മണിക്കൂർ സമയം നമ്മളിതിന് കണ്ടെത്തുക എന്നൊരു ചെലവ് മാത്രമേ നമുക്കുള്ളൂ. ബാക്കി ഫീസുകളില്ലാതെ ഈശ്വരീയ സേവനം പോലെ തികച്ചും സൗജന്യമായിട്ട് നിസ്വാർത്ഥമായ സേവന മനോഭാവമുള്ള സഹോദരിമാര്, സഹോദരന്മാര് ഈ നേടിയ അറിവുകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സർവേശ്വരൻ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പ് ദിവസവും പഠിക്കുന്നു. ടീച്ചറും നമുക്ക് ഗുരുവല്ല, ഈശ്വരനാണ് ഇവിടെ. നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്. നമ്മളെല്ലാവരും ഇരുന്ന് പഠിക്കുന്നു. പഠിച്ച അറിവുകൾ മറ്റുള്ളവരോടൊപ്പം ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്കും ഇതിലൊരാളായിട്ട്, ഇതിലൊരംഗമായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും തീർച്ചയായിട്ടും കഴിയും. നമുക്ക് സ്വർഗവും നരകവും ഭൂമിയിൽ പണിതുയർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തം ചിന്തകളും വാക്കും കർമ്മങ്ങളും സകാരാത്മകമാക്കിയാൽ സ്വന്തം ജീവിതത്തെ സ്വർഗസമാനമാക്കി മാറ്റാൻ സാധിക്കും. മറിച്ചാണെങ്കിൽ അത് നരകസമാനവുമാകും. ഇന്നത്തെ പ്രയോഗശാലയിൽ സ്വന്തം ജീവിതത്തെ സ്വർഗസമാനമാക്കി മാറ്റുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് കേൾക്കാം. കുടുംബത്തിലിരുന്നുകൊണ്ട് തന്നെ ഗൃഹസ്ഥ ജീവിതത്തിനോടൊപ്പം നമ്മുടെ കടമകളെല്ലാം പാലിച്ചുകൊണ്ട് എന്തെല്ലാം നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മങ്ങളുണ്ടോ അവയെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബ ജീവിതം, കുടുംബത്തെ ഒരു ക്ഷേത്രം പോലെയാക്കി മാറ്റാൻ, അഥവാ നമ്മുടെ ജീവിതത്തെ ഒരു ക്ഷേത്ര സമാനം ശുദ്ധമായ ശ്രേഷ്ഠമായ സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ശുദ്ധമായ പവിത്രമായ ഒരു ജീവിതമാക്കി മാറ്റാൻ രാജയോഗി ജീവിതശൈലി നമ്മുടേതാക്കി മാറ്റണം എന്നുള്ള ദൃഢസങ്കല്പം ഇന്നു മുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ചുറ്റുപാടുകൾക്കുള്ളിൽ ഏതാണോ അവരവരുടെ ജീവിത സാഹചര്യം, കാരണം നമ്മുടെ എല്ലാവരുടെ അപ്നാപ്ന സാഹചര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ ജീവിതത്തിന്റെ ഏത് തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിലും, എത്ര ഉയർന്ന ജോലി ചെയ്യുന്നവരാണെങ്കിലും, സാധാരണക്കാരാണെങ്കിലും, ബാക്കി ലോകത്തിലെ പഠിപ്പുകളൊന്നും ഇല്ലെങ്കിലും, ബാക്കി സ്ഥൂല സമ്പത്തൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഈശ്വരീയ പഠിപ്പ് പഠിക്കാം. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനസാഗരനാണ് നമ്മളെ ഇത് പഠിപ്പിക്കണേ. സർവജ്ഞനായ ഭഗവാൻ വളരെയധികം സ്നേഹപൂർവമായിട്ട് നമ്മളോടുള്ള കരുണ കാരണം ഭഗവാൻ നമ്മളെ പഠിപ്പിച്ച് നമ്മളെ സമ്പന്നരാക്കി മാറ്റുന്ന ഒരു പഠിപ്പാണിത്. എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യവും നമ്മളെ ഇല്ലാതാക്കുന്ന, സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാ ദാരിദ്ര്യങ്ങളിൽ നിന്നുള്ള മുക്തിക്ക് ഉള്ളൊരു യുക്തി പോലെ സർവേശ്വരൻ നമുക്ക് നൽകുന്ന പഠിപ്പാണിത്. ഈ ജ്ഞാനം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാം. 1 മണിക്കൂർ ഈശ്വരീയ സേവാ കേന്ദ്രങ്ങളിൽ പോയി പഠിച്ചു വന്നാൽ ബാക്കി നമ്മുടെ 23 മണിക്കൂറുകളെ സദുപയോഗം ചെയ്യാൻ ഗൃഹസ്ഥത്തിൽ ഇരുന്നുകൊണ്ട്, അവരവരുടെ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് കർമ്മയോഗി ജീവിതശൈലിയിലേക്ക് പോകാൻ കഴിയും. അതിൽ കുടുംബമായിട്ട് പോയിട്ട് നമ്മൾ ഈ ക്ലാസ് കേൾക്കണം, അച്ഛനും അമ്മയും മക്കളും ഉൾപ്പെടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു മാർഗത്തിലൂടെ നമുക്ക് വളർത്താൻ കഴിഞ്ഞാൽ നാളുകളിൽ നമുക്ക് അവരെ പ്രതി നമുക്ക് ഇന്നുള്ള ഉത്കണ്ഠ തീർച്ചയായിട്ടും മാറിക്കിട്ടും. ഇന്ന് സ്കൂളിൽ കുട്ടികൾ പോയാലേ നമുക്ക് പേടിയാ, തിരിച്ചു വരികയാണെങ്കിലും ഭയമാണ്, വീട്ടിലിരിക്കുകയാണെങ്കിലും വീട്ടിലിരുത്താനും പേടിയാണ്. എല്ലാ തരത്തിലുള്ള ഭയമാണ് കുട്ടികളെ പ്രതി. എന്താകും. അപ്പോൾ തുടക്കം മുതലേ അവർക്ക് ശരിയായ ട്രാക്കിലൂടെ നമ്മൾ അവരെ വളർത്തിയെടുക്കുകയാണെങ്കിൽ, അവരുടെ മനോഭാവം ആ രീതിയിൽ പാകപ്പെട്ട് വന്നാൽ ഏത് സാഹചര്യത്തിന് നടുവിൽ പോയാലും അവർ സുരക്ഷിതരായിട്ട് അവരവരുടെ ജീവിതത്തെ രക്ഷിക്കാൻ സ്വരക്ഷ നമുക്ക് അവർക്ക് പ്രദാനം ചെയ്യാൻ കഴിയും. ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളുടെയോ വ്യക്തികളുടെയോ സ്വാധീനത്തിൽ പെടാതെ, അവർക്ക് തെറ്റായ സ്വാധീനങ്ങളുടെ വലയത്തിൽ പെടാതെ സ്വയം സുരക്ഷയ്ക്കുള്ള മാർഗം, ആ സുരക്ഷാ കവചം ഒരുക്കാൻ രാജയോഗ ധ്യാന ജീവിതശൈലി, ഈ ജീവിതശൈലിയിലൂടെ ഈശ്വരൻ്റെ ആ സഹായം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും. നമ്മുടെ കുടുംബത്തിലും ഓരോ കുടുംബാംഗങ്ങൾക്കും നമുക്ക്
ഈ സുരക്ഷാ വലയം ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും കഴിയും. മാത്രമല്ല, പ്രത്യേകിച്ചും ആയിട്ടുള്ള ടീനേജ് മുതൽ ആ ചെറു പ്രായത്തിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴാണോ നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്, പ്രത്യേകിച്ചും നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഹോർമോൺ ഇംബാലൻസിങ് ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ഓരോ സമയത്ത് ഹോർമോണിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ഫീലിങ്സുകളിലെ വ്യത്യാസം ഉണ്ടാകുന്ന, പ്രത്യേകിച്ചും വികാരി ചിന്തകളും ടെൻഡൻസീസും വർദ്ധിക്കുന്ന ആ ഒരു സമയം മുതൽ നമുക്കറിയാം അപകട സാധ്യതകൾ ജീവിതത്തിൽ തെറ്റായ വഴിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ തുടക്കം മുതലേ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മളും നമ്മുടെ കുട്ടികളും നമ്മൾ പോകുന്ന അതേ മാർഗത്തിലൂടെ, ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ നമുക്ക് അവരെ നയിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് ചെറുപ്പക്കാർ നേരിടുന്ന ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടങ്ങൾ, ദുരിതങ്ങൾ, അല്ലെങ്കിൽ മോശമായ ശീലങ്ങളോ വാസനകൾക്കോ അടിമയാകാതെ ജീവിതത്തെ ശരിയായ പാതയിലൂടെ കൊണ്ടുപോകാനും ആ പാതയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ശ്രേഷ്ഠ ജീവിത ലക്ഷ്യം സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞൊരു കുടുംബം, അല്ലെങ്കിൽ കുടുംബത്തെ സ്വർഗമാക്കി മാറ്റുക എന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും സങ്കല്പത്തെ സാക്ഷാത്കരിക്കാൻ ഭഗവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും മാനവ രാശിക്ക് പ്രദാനം ചെയ്ത ഈ രാജയോഗം എന്ന ശ്രേഷ്ഠമായ ജീവിത സാധനയിലൂടെ ഏവർക്കും കഴിയട്ടെ. ഇനി നമുക്ക് ശ്രീമതത്തിലൂടെ ഭഗവാന്റെ വചനങ്ങൾ ശ്രദ്ധിക്കാം. ശ്രേഷ്ഠ ജീവിതത്തിലേക്ക് ചുവടുവെച്ച ചില രാജയോഗികളുടെ അനുഭവങ്ങളുമായി ഇതാ അനുഭവരത്നങ്ങൾ. ഈ ജ്ഞാനം കിട്ടുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് ദുഃഖിതനായിരുന്നു. കാരണം എൻ്റെ വൈഫ് ശരീരം വിട്ടതിന് ശേഷം ഞാൻ സദാ കരഞ്ഞുകൊണ്ടായിരുന്നിരുന്നത്. കാരണം അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു എൻ്റെ. അപ്പോൾ ആ വൈഫ് മരിച്ചതിന് ശേഷമുള്ള ദുഃഖത്തിൽ നിന്ന് ഞാൻ ആ മാറ്ററെ മറന്ന് വളരെ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് എനിക്ക് നല്ലൊരു പരിവാരത്തിന് കിട്ടി. എല്ലാവരും സഹോദരന്മാരായിട്ട് കാണാനും ഈ ഭൂമിയിൽ ഒരേ കുടുംബമാണെന്നുള്ള ആ ജീവിതമാണ് ജീവിക്കുന്നത് എന്നുള്ളതും, എന്തു തന്നെ കുറവുകളുണ്ടെങ്കിലും അതിനെ അവർ നമുക്കത് ചെയ്തു തന്ന് സഹോദരൻ അങ്ങനെയാണ് എന്നുള്ള ആ അനുഭവത്തിൽ കൂടെ അവർ പറഞ്ഞു തന്നു. നമ്മളെ ഉത്തേജിപ്പിച്ചും മരുന്ന് ഇല്ലാതെ തന്നെ നമുക്ക് പല മാനസിക വിഷമങ്ങളും മുരളി കൂടിയും മറ്റുള്ളത് കൂടെയൊക്കെ നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ ജീവിതം സുഖസമൃദ്ധിയായിട്ട് സന്തോഷത്തോട് കൂടിയിട്ടും ദുഃഖമില്ലാതെയും കണ്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ ബ്രഹ്മകുമാരീസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സ്റ്റുഡൻ്റാണ്. ഡെയിലി ക്ലാസ് കേൾക്കുന്ന സ്റ്റുഡൻ്റാണ്. ഈ ക്ലാസ് കേൾക്കുന്നതിലൂടെ ലൈഫിൽ വളരെയധികം ശാന്തിയും സമാധാനവും കിട്ടാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത്. മാത്രമല്ല, ലൈഫിലെ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാലും ലൈഫിലെ ഏത് സിറ്റുവേഷൻ ഫേസ് ചെയ്യാനും വേറൊരാളോട് ചോദിക്കുകയോ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യം വരാത്ത തരത്തിൽ ഈ ക്ലാസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. എനിക്കത് കാരണം ഇത് വിടാനേ സാധിക്കില്ല. എൻ്റെ പേര് ആർ കൃഷ്ണകുമാർ. ഞാൻ മേഘാലയയുടെ ക്യാപിറ്റലായ ഷില്ലോങ്ങിൽ വർക്ക് ചെയ്യുകയായിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറി, ഗവർണർ മേഘാലയയായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അവിടെ ഇത്തിരി തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലമാണ്. അവിടെ വെച്ച് എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്ഷീണം തോന്നി ശരീരത്തിൽ. അപ്പോൾ അത് ഡോക്ടേഴ്സൊക്കെ പരിശോധിച്ചു നോക്കി. അവസാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. ഡൽഹിയിൽ വന്ന് അഡ്മിറ്റഡായി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അഡ്മിറ്റഡായി. അവിടെ നിന്ന് കണ്ടുപിടിച്ചു എൻ്റെ അസുഖം ഈ ഞരമ്പിൻ്റെ മൈലിൻ ഷീത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഡിസോർഡറാണെന്ന് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. വീണ്ടും ജോലിക്ക് പോയി, തിരിച്ചു പോയി ജോലി ചെയ്തു. പിന്നെ കേരളത്തിൽ വന്നു. അവിടെ നിന്ന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വ്യത്യാസമുണ്ട്. ബ്രഹ്മകുമാരീസിൽ വന്നത് ഒരു യാദർശികമായിട്ടായിരുന്നു. ഒരു ദിവസം ടി വിയിൽ ആസ്ഥ ചാനലിൽ
അവേക്കനിങ് വിത്ത് ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി കാണാനിടയായി. അതിൽ സിസ്റ്റർ ശിവാനി പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ ജീവിത അനുഭവത്തിലോട്ട് കൊണ്ടുവന്നപ്പോൾ എല്ലാം ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. അപ്പത്തൊട്ട് മുടങ്ങാതെ ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്നെ സഹായിച്ചത് ബ്രഹ്മകുമാരീസിലെ സെൻറ്റേഴ്സിലുള്ള ബായിമാരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ കൂടെയാണ്. ഒരു മുടങ്ങാതെ വന്ന് ഓരോ നിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബ്രഹ്മകുമാരീസിൻ്റെ അടുത്ത് വളരെ കടപ്പെട്ടിരിക്കുന്നു. ജ്ഞാനാമൃതധാര ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com.